സുഖാണോ? ഒരു 5 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതും സെയിന്റ് തോമസ് മാർത്തോമ ചർച്ച് പള്ളി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ധനശേഖരണാർത്ഥം നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഐമാക്സ് എന്റർടൈൻമെന്റ്സിനോടും ഗാലക്സി എന്റർടൈൻമെന്റ്സിനോടുമുള്ള നന്ദി പറയണം. അതോടൊപ്പം സ്പെഷ്യലായിട്ട് പറയേണ്ടത് നമ്പ്യാർ ബിൽഡേഴ്സ് ആൻഡ് ആർട്ട് ടീം അക്കാഡമി. നമ്പ്യാർ ബിൽഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവര് കലാകാരന്മാരെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ എല്ലാവരും ഭയങ്കര മ്യൂസിക് ലവേഴ്സാണ്. കോവിഡ് സമയത്തുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കലാകാരന്മാരെയൊക്കെ വിളിച്ച് അവർ മ്യൂസിക് ദർബാർ പോലെയൊക്കെ നടത്തി അവരെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്കും കൂടെ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവരെയും വീണ്ടും കണ്ടതിൽ സന്തോഷം. പറയുന്ന മാതിരി ഞങ്ങളുടെ മ്യൂസീഷ്യൻസ് എല്ലാവരും മെനഞ്ഞാന്ന് വന്ന് എത്തിയിട്ടേ ഉള്ളൂ. അവരുടെ എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്ത കാരണം വേറെ പല ഫ്ലൈറ്റ്സിൽ ഖത്തർ എയർവേസിലൊക്കെ 2 സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയപ്പോൾ അവർ വളരെ ടയേർഡായിട്ട് ജെറ്റ് ലാഗും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന കയ്യടിയുടെ എനർജിയിലായിരിക്കും അവരെല്ലാവരും ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള കലാകാരന്മാരാണ്. ഞങ്ങൾക്ക് പാട്ടുകാർക്ക് തരുന്ന അതേ കയ്യടി അവർക്കും കൊടുക്കണം. അവർ നല്ല മനോഹരമായിട്ട് വായിക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യ ഗാനത്തിലേക്ക് കടക്കാം.
ഞങ്ങളുടെ ഓർക്കസ്ട്ര വായിച്ച ഇൻട്രോ മ്യൂസിക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. സ്പെഷ്യലായിട്ട് ശരത് ചിത്രവർണ്ണം എന്നുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടി കമ്പോസ് ചെയ്ത് അവർ വായിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരൊരു സ്പെഷ്യൽ ക്ലാസ്
ഞാനാണെങ്കിൽ അതൊന്നും നിന്നില്ല. കുറേ സന്തോഷം. അത് പ്രത്യേകിച്ച് ചിത്ര ചേച്ചിയുടെ കൂടെ വന്നതിൽ കുറേ സന്തോഷം. കാര്യം പ്രധാനമായിട്ട് പറയേണ്ട, ചിത്ര ചേച്ചി വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അത് എനിക്ക് ഫ്ലൈറ്റ് പറക്കാൻ വലിയ ധൈര്യമുള്ള മനുഷ്യനൊന്നും അല്ല ഞാൻ. എനിക്ക് പേടിയാണ്. പിന്നെ നമുക്ക് സമയലാഭം, പിന്നെ അമേരിക്കയ്ക്ക് ട്രെയിൻ പിടിച്ച് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടൊക്കെ കയറിയിരിക്കുന്നത്. അത് ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റും ഈ ദുബായ് ഫ്ലഡ് കാരണം അത് ഒരു ഇഷ്യൂ ആയി. ഞാൻ വിചാരിച്ച് വരാൻ പറ്റുമോ ദൈവമേ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ രണ്ട് മനസ്സാണല്ലോ മനുഷ്യർക്ക്. അപ്പോൾ പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിൻ ട്രാവൽ ചെയ്തതിന് ശേഷം പിന്നെ ദോഹയിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ട ഫ്ലൈറ്റ് ഞങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് പുറപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ട് പൈലറ്റ് എടുത്തിട്ട് ഫ്ലൈറ്റ് പുറകോട്ടാക്കി നിർത്തി. പിന്നെ കുറേ നേരത്തെ പോലെ അനുഭവമില്ല. നമ്മളൊക്കെ എനിക്ക് ഒന്നാമത് പേടിത്തൊണ്ടതാണ് ഞാൻ വെളിയിൽ ചുമ്മാതെ വരികയും ഞാനൊരു തണ്ടനാണ്, ഭയങ്കര ഒരു അഹങ്കാരം ഒട്ടുമല്ല. ഞാൻ ഒരു പഞ്ചഭാവമാണ്. അപ്പോൾ അത് എന്നെ അടുത്തന്നെ സീരിയസ് ആയിട്ട് ചിത്രത്തേക്ക് പറയുന്നത് എന്താ, ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 4-5 മനുഷ്യർ സ്പാനറും സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് പലയിലും ചുറ്റും കിടന്ന് നടക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ അനൗൺസ് ചെയ്ത് എന്തോ ടെക്നിക്കൽ എറർ എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ജീവൻ പോയി. സത്യം പറഞ്ഞു അത് പേടിച്ചു പോയി എനിക്ക്. പിന്നെ ഒന്നാമത് ഇത് നമുക്കിപ്പോൾ ഒരു കാറിൽ പോകുമ്പോൾ ഇഷ്ടപ്പെടില്ല, ഇവിടെ നിർത്തും, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് 2 തെറി വിളിച്ചിട്ട് ഇറങ്ങി. ഇത് പറ്റത്തുമില്ലല്ലോ. അവിടുന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ടെൻഷനൊക്കെ വെച്ചിട്ട് ഒരു 3.5 മണിക്കൂറോളം നമ്മളെല്ലാവരും കേട്ടോ, ഇവരെല്ലാവരും അപ്പം അനുഭവിച്ചു സത്യം പറഞ്ഞാൽ. പിന്നെ കുറേ നേരം വന്നു അത് എത്തുന്നതേ ഇല്ല. ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് അമേരിക്ക വന്നിട്ട് തിരിച്ച് ഞങ്ങളെ കേരളത്തിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. അത്രയ്ക്ക് നേരം ഇരുന്നു. പക്ഷെ എന്തൊക്കെയാണ് ഞങ്ങളെത്തി. നമുക്കൊക്കെ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, അന്ന് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്കൊക്കെ എല്ലാ നല്ല സംഗതികളോടെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം. അപ്പം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും കവർ ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട്, പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗം. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞത്. ഒരു മിനിറ്റ്, ഇതൊക്കെ എവിടാന്ന് പറഞ്ഞു. പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടും ഈ നമ്മളിൽ നിന്നാമോ പൂമാലമാ നിന്നാകമോ പൂമാളമാ എന്നും ശ്രീരാഗമോ തേടുന്നു നീ പൊൻതന്തി. Come on,
പാൽപായസ ചോറുണ്ണുവാൻ നിന്നെയും പൂമ്പൈതക കൊതിരുള്ളിലെന്തിനോ ചെങ്കതഴി കൂപ്പിൽ ചെറുതുമ്പിയായി തിരുന്നുവാൻ കാത്തിനോടു കെഞ്ചി ഒരു നാട്ടുവാങ്കി ജയദേവഗീതാപനം കേവലാനന്ദാമൃത തിരയായി ചോട്ടി മലർമുത്തു കോക്കാൻ പോകാൻ ആനകേരാമേ ഇനി ആയിരത്തിരി കൊടുക്കാൻ ശ്രീരാഗമോ തേടുന്നു ശ്രീരാദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മൾ നിന്നോനമോ ഭൂമാനമാ നിരാഗമോ ഭൂപാളമാ എങ്ങും ശ്രീരാഗമോ തേടുന്നു വീണ്ടും ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് ചേച്ചിയോടൊപ്പം ശരത്തേനോടൊപ്പം വീണ്ടും വരാൻ സാധിച്ചു. ഇന്ന് ഇപ്രാവശ്യം മനാമിക്കയും കൂടിയുണ്ട്. ഓർക്കസ്ട്ര പ്രഗത്ഭരായിട്ടുള്ള ഓർക്കസ്ട്രയാണത്. നമുക്ക് എന്താ പറയുക, മിസ് ചെയ്യും. നമുക്ക് ഇവർ കൂടെ പാടാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്ന അത്രയും മനോഹരമായ ഓർക്കസ്ട്രയാണത്. അതുകൂടാതെ ടെന്നിസ് ചേട്ടൻ, വൺ ഓഫ് ദ ബെസ്റ്റ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് എഞ്ചിനീയേഴ്സിൽ ഒരാളാണ് ടെന്നിസ് ചേട്ടൻ. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ കൂടെ വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷം. ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, ഭാഗ്യമൊക്കെയാണ്. ഒപ്പം ഹ്യൂസ്റ്റണിൽ നിങ്ങളോടൊപ്പം ഈ ആസ്വാദക വൃന്ദത്തിനൊപ്പം പാടാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കുന്നില്ല. പാട്ടിലേക്ക് കിടക്കാം, പല പലയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. താങ്ക് യു. വരും കാഴ്ച
കാഴ്ചയെല്ലാം കൺമണിയെ ഉരുളൂ കാണാത കണ്ണുകൊള്ളേ കണ്ണു
പാട്ടാണെന്ന് ആദ്യം എനിക്ക് പാടാൻ പറ്റുന്നത് സിനിമയിൽ. മറ്റൊക്കെ പറ്റിച്ച് പ്രൊഡ്യൂസർ പറ്റിച്ചൊക്കെ മുമ്പേ ചേച്ചി. അപ്പൊ എനിക്ക് കുറെ സന്തോഷം ചേച്ചി അവിടെ ആദ്യം കണ്ടപ്പോഴും. പിന്നെ എന്താ പറയണ്ടേ, ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ എന്ത് പറഞ്ഞ ആസ് എ കമ്പോസർ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ അപ്പുറത്ത് പാടിത്തരുന്ന ഒരാളാണ്. സ്റ്റേജിൽ കുറെ പോയിച്ചു ഇന്ത്യയിൽ സത്യം പറയുന്നത് എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ചേച്ചി, ഞാൻ കുറച്ച് കള്ളം കൂടെ പറയുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞത് ചേച്ചി വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അത്രയ്ക്കൊരു സ്നേഹബന്ധമാണ് നമുക്ക്. സഹോദരി എന്ന് പറഞ്ഞാൽ അത് എന്നെ, എനിക്ക് അമ്മയും അച്ഛനും ഇല്ല, രണ്ടുപേരും പോയി. അപ്പൊ എന്നെ ശാസിക്കുന്ന ഒരേ ഒരാൾ ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും നമ്മൾ വല്ല തൈകിടയോ ഉടായ്പോ അങ്ങനെ കാണിച്ചാൽ എൻ്റെ വൈഫ് ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ്. ചേച്ചി കൊല്ലു. അങ്ങനെ കുറേ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ ഒന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ആകാശദീപം എന്നും ഉണരും ഇടമായും കൈതപ്രമാച്ചയുടെ വരികൾ.
എന്നും ഉണരുമീമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമീമായോ ഒരുപാട് സന്തോഷം. ചിത്രവർണ്ണം 2024 ഒരു ഭാഗമാകാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ചിത്രാമ്മയുടെ കൂടെ ഒരു എൻറ്റയർ ടൂർ ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മുടെ സ്വന്തം ശരത് സർ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ശരത് സാറിന്റെ കൂടെയൊക്കെ ഒരു വേദി എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിഷ ചേട്ടൻ ആൻഡ് ദി എൻറ്റയർ ടീം. ഒരുപാട് എന്താ പറയുക, ഐ എം എക്സൈറ്റഡ് ആസ് വെൽ ആസ് കുറച്ച് ടെൻഷനും ഉണ്ട്. താങ്ക് യു ചിത്രാമ്മ ഫോർ മേക്കിംഗ് മി എ പാർട്ട്. ഇത്രയും നല്ല നല്ല അവസരങ്ങളിൽ കൂടെ സപ്പോർട്ട് കൂടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട്ഫെൽ താങ്ക്സ് ടു the sponsors and all the concerned people for making me a part of ചിത്രവർണ്ണം 2024. അപ്പോൾ കുറച്ച് തൊണ്ട കടഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടല്ലേ, ചെറിയൊരു ജെറ്റ് ലാഗ് കൊണ്ട് വന്നിട്ട് എനിക്ക് കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സമയം. എന്നാലും നമ്മൾ കുറച്ചുകൂടി എനർജി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് കിടില. റെഡിയാണോ? കേൾക്കുന്നില്ല, എനിക്ക് ആ എനർജി കിട്ടില്ല. റെഡിയാണോ? താങ്ക് യു സോ മച്ച്.
കുറ്റി തിരുതാണി കണ്ണും പടം പറിച്ചു കെട്ടിത്താം